നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത്, ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ തന്നെ പ്രത്യേകിച്ച് എറണാകുളത്തും അവിടെയൊക്കെയാണ് പത്രസമ്മേളനത്തിൽ ഞാൻ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ കാര്യം വന്നു, പിന്നെ ജബൽപൂരുണ്ട്, ഇപ്പോഴും പലതരത്തില്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ മതപരിവർത്തന നിയമം എന്ന പേരും പറഞ്ഞ് ഇപ്പോൾ ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയോട് തന്നെ പറഞ്ഞ ഇതാണ്, ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭരണഘടനകൾ ഒന്നുണ്ട്. പക്ഷെ ആ ഭരണഘടനയ്ക്ക് എതിരായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ ഭരണഘടനയ്ക്ക് എതിരായിട്ട് ചില സമുദായങ്ങളെ എതിർക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയോടുള്ള CBCയുടെ പേരിൽ ഞങ്ങളുടെ അഭ്യർത്ഥന ഇതായിരുന്നു, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുക, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക. ഞാനിപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയിരുന്നു. അവിടെയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ത്യക്ക് മനോഹരമായ ഭരണഘടനയുണ്ട്, പക്ഷേ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്തകൾ ഭാരതത്തിലെ പല കോണുകളിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഈ ആക്രമണങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേദനയുണ്ട്. ആ വേദന അറിയിക്കൽ ഇവിടെ ഏതൊരു മതത്തിനും ഭാരതത്തിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള അവകാശം അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ അപേക്ഷ. രണ്ടാമതായിട്ട് ഈ ന്യൂനപക്ഷ പീഡനങ്ങൾ ഇല്ലാതാക്കുന്നതോടൊപ്പം ഇന്ത്യയിലും കേരളത്തിലും ന്യൂനപക്ഷ കമ്മീഷനുകളുണ്ട്. ഇപ്പോൾ ശ്രീ ജോർജ് കുര്യൻ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഒരാളും ഇല്ല. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷ വകുപ്പ്, പിന്നെ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇതൊക്കെ ഏകദേശം പ്രവർത്തനരഹിതമായി. കേരളത്തിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ന്യൂനപക്ഷ മന്ത്രിയും ഒക്കെയുണ്ട്. ഇതുവരെ ഒരു ക്രൈസ്തവ മന്ത്രി ഉണ്ടായിട്ട് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇതുവരെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ചെയർമാനായിട്ട് ഒരു ക്രൈസ്തവരും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുന്നോക്ക കമ്മീഷനും ഉണ്ടായിട്ടുണ്ട്. മുന്നോക്ക കമ്മീഷൻ്റെയും ചെയർമാൻ ഒരു ക്രൈസ്തവൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് എന്ന ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല. അപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയും മുന്നോക്ക കമ്മീഷനും ഇതിൻ്റെ എല്ലാത്തിലും ഈ വിവേചനം വരുന്ന സർക്കാരുകളിൽ നിന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട്. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, വളരെയേറെ ആലോചനകൾക്കും പഠനത്തിന് JB കോച്ചി കമ്മീഷന് വെച്ചു. ഇപ്പോൾ 28 മാസം കഴിഞ്ഞു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്. ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ മന്ത്രിമാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. 28 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പഠനമൊന്നും ആയിട്ടില്ല. എന്നാൽ വേറെ പല കമ്മീഷനുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു, സമുദായങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും പഠിക്കാൻ. ആ സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കി. എന്തുകൊണ്ട്? ക്രൈസ്തവരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് JB കമ്മീഷൻ വെച്ചിട്ടുള്ളത് 28 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ എന്താണ് പഠനത്തിൻ്റെ അതിൻ്റെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിലുള്ള കമ്മീഷൻ്റെ നിഗമനങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിൽ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ചിന്തയുമില്ല. അത് ഞങ്ങൾക്ക് വളരെയേറെ വേദനയുള്ളതാക്കുന്നതാണ്, വിവേചനം ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ജാഗ്രതാ സദസ്സിൽ JB കോച്ചി കമ്മീഷനെ കുറിച്ച് ആ കമ്മീഷൻ എത്രയും വേഗം പരസ്യപ്പെടുത്തി അതിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കലാണ് മറ്റൊരു ഈ ജാഗ്രതാ സദസ്സിലുണ്ടാകേണ്ട മറ്റൊരു കാര്യം. വേറെ ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധികളാണ്. നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഞാൻ കേന്ദ്രമന്ത്രിമാരെ ചിലരൊക്കെ കണ്ടു, അവർ സംസാരിച്ചു, അവരെല്ലാവരും പറയുന്നത് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിന് ക്രൈസ്തവർ നൽകിയിട്ടുള്ള സംഭാവനകൾ നിസ്സാരമല്ല, ഞങ്ങൾ അതിലുണ്ട്. എന്നിട്ട് അവർ പറയും ഞങ്ങളൊക്കെ പഠിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ ആയതൊക്കെ ആണെന്നൊക്കെ പറയും. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലും വളരെയേറെ പ്രതിസന്ധിയിലാണ്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് അധ്യാപകരുടെ നിയമനത്തിൻ്റെ ഭിന്നശേഷി അധ്യാപകരെ നിയമിക്കണം എന്ന് പറഞ്ഞ് ഈ ജോഷി മാഷ്ക്കാരും സംശയം മാഷോട് ചോദിച്ചാൽ മതി. ഈ ഭിന്നശേഷിക്കാരുള്ളവർ ആരാണെന്ന് വെച്ചാൽ അവരെല്ലാം നിയമിക്കാം. അതുകൊണ്ട് അവരെത്ര പേരെ നിയമിക്കണമോ അത്ര പേരെ നിയമനത്തിലെല്ലാം മാറ്റി വെച്ചിട്ട് മറ്റുള്ള അധ്യാപകരെ നിയമിക്കാൻ പറഞ്ഞിട്ട് മാസങ്ങളും വർഷങ്ങളൊക്കെയായി. ഞാൻ
മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏകദേശം 16,000-ഓളം അധ്യാപകർ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അവർക്ക് ശമ്പളമില്ലാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് കേസ് വന്നു. കോടതി വിധിയിൽ ചിലർക്ക് കൊടുക്കാൻ പറഞ്ഞു, സമാനമായി മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് വീണ്ടും ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും കൊടുത്തു. ആ അധ്യാപകർക്ക് അധ്യാപക നിയമങ്ങൾ ഉണ്ടാകണമെന്നുള്ള രീതിയിൽ തീരുമാനങ്ങളും വിധികളും ഉണ്ടായി. പക്ഷേ ഇതുവരെ ഈ നിയമനങ്ങൾ നടത്തിയിട്ടില്ല. ഇത് വിവേചനമല്ല, ഇത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഇത് അനീതിയാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.